നോക്കണേ ഒരു കാര്യം, ആ പെൺകുട്ടിയിൽ ജനിച്ച ആ കുട്ടിയെക്കുറിച്ച് പറയുന്നത്, ആ കുട്ടി കാക്ക കരയുന്ന പോലെയാണ് സംസാരിക്കുന്നത്. പുണർന്ന നക്ഷത്രം ശ്രീരാമൻ്റെ നക്ഷത്രമാണ്. ധനപരമായ കാര്യത്തിൽ ചില ബുദ്ധിമുട്ടുകൾ കർക്കിടക മാസത്തിലുണ്ടാകും. എന്നാലും കർക്കിടക മാസത്തിന് കഴിയുമ്പോഴത്തേക്ക് അതിനൊരു വ്യത്യാസം വരാം. കാൽമുട്ടുകൾക്ക് ക്ഷതമുണ്ടാകാനായുള്ള സാധ്യതയുള്ളത് കൊണ്ടൊന്ന് ശ്രദ്ധിക്കണം. നമസ്കാരം. സ്വാമി ഈ കാക്കകളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, അതൊക്കെ സത്യമാണോ? ഞാൻ പറഞ്ഞു, പിന്നെ സത്യമല്ലാത്ത എന്ത് കാര്യമാണ് ഞാനിവിടെ പറയാറുള്ളത്? എൻ്റെ മുമ്പിൽ വരുന്ന, എനിക്ക് നേരിട്ട് അറിവുള്ള, എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ലേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ കാക്കകളെ കുറിച്ച് സ്വാമി പറഞ്ഞ വീഡിയോ പലവട്ടം കണ്ടു, പല വീഡിയോകളും കണ്ടു. അതിനകത്ത് ഈ കാക്കകളെ ഉപദ്രവിച്ചാൽ എന്ത് സംഭവിക്കും എന്നാണ്, ആ സംഭവിച്ചതെല്ലാം ശരിയാണോ സത്യമാണോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, താങ്കളോട് പറഞ്ഞില്ലേ ഇതെല്ലാം സത്യമാണ്. അപ്പോൾ എന്നാൽ പിന്നെ എനിക്ക് സ്വാമിയെ കാണാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ശരി, ഞാനിവിടെ മുറിപ്പാലത്തടി മാടൻ തമ്പുരാൻ ക്ഷേത്രത്തിലുണ്ടല്ലോ, നിങ്ങൾ നാളെ വന്നോളൂ, നാളെ 21-ാം തീയതി ഞാനിവിടെ കാണും. അങ്ങനെ 21-ാം തീയതി അദ്ദേഹം എന്നെ കാണാൻ വരുന്നു. വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്ഥിരമായ ജോലിയാണ് കാക്കകളെ ഉപദ്രവിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന് കാക്കകളെ ഇഷ്ടമല്ല. കുട്ടിക്കാലത്ത് ഇദ്ദേഹത്തിന് ഒരു ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാധനം ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്നപ്പോൾ, എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് 6-7 വയസ്സ് പ്രായമുള്ളൂ. ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന അപ്പക്കഷ്ണം കാക്ക കുത്തിപ്പറിച്ചു. അത് അദ്ദേഹത്തിൻ്റെ ഒരു നഷ്ടമായി അങ്ങോട്ട് കണക്ക് കൂട്ടി. ചെറിയ പ്രായത്തിലാണ്. ഇത് അദ്ദേഹത്തിന് വളരെ മനസ്സിൽ ആഘാതമുണ്ടാക്കിയ സംഭവമാണ്. അദ്ദേഹം ഒരു കല്ലെടുത്ത് നിരന്തരം കാക്കകളെ ഉപദ്രവിച്ചു തുടങ്ങി. കാക്കകളെ എവിടെ കണ്ടാലും, അത് ഒരു 7 വയസ്സുള്ള കുട്ടിയുടെ മാനസികാവസ്ഥയാണ്. ഞാനപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മം മനസ്സിലാക്കി. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ കാക്ക വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന ഒരു അപ്പക്കഷ്ണം തട്ടിപ്പറിച്ച് കളഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കാം, ഒരു കുട്ടിയുടെ കയ്യിലൊരു മധുരമുള്ള സാധനം വരുന്നു, അത് കാക്കയ്ക്ക് ഇഷ്ടം തോന്നി തട്ടിപ്പറിച്ചു, അതങ്ങ് തട്ടിയെടുത്തു, അങ്ങനെ എടുക്കാം. പക്ഷേ അവിടെ അല്ല. ആ കുട്ടിയുടെ ഇത്രയും ആൾക്കാർ, വീട്ടിൽ ബാക്കിയുള്ള ആൾക്കാരൊക്കെ നിൽക്കുമ്പോൾ ഈ കാക്ക വന്നിട്ട് താഴ്ന്ന് പറഞ്ഞ് ഇതെടുത്തുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേകിച്ച് കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നി. ഞാൻ അദ്ദേഹത്തിൻ്റെ ശേഷിക്കുന്ന ജീവിതം അവിടെ നിൽക്കട്ടെ, ഞാൻ ഇദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് പുറത്തിറങ്ങാൻ വയ്യ സ്വാമി, കാക്ക വന്ന് തലയിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രസ് ചെയ്യും, തലയിൽ കൊത്തും, എനിക്ക് ഒരു കാരണവശാലും പുറത്തിറങ്ങാൻ വയ്യ. അപ്പോൾ ഞാൻ ചോദിച്ചു, താങ്കളുടെ പൂർവ്വജന്മത്തെക്കുറിച്ച് ഞാനൊന്ന് എടുത്ത് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മം, ഇന്ന സ്ഥലത്ത് നിങ്ങൾക്ക് വല്ല ബന്ധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ അമ്മയുടെ സ്ഥലം അവിടെയാണ്, ഞാൻ കുട്ടിക്കാലത്ത് അവിടെ പോയി നിന്നിട്ടുണ്ട്. അപ്പം ഇദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മമായിട്ട് നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ ജലാംശമുള്ള സ്ഥലം, അതെ, ജലാംശമുള്ള സ്ഥലമാണ്, ആലപ്പുഴയാണ് നിങ്ങളൊന്ന് വിചാരിക്കുക. അവിടെ വെച്ച് ഇദ്ദേഹം കാക്കക്കൂടിന് തീ വെച്ച് നശിപ്പിച്ചു. കാക്കയും മുട്ടയും കാക്കയോടുകൂടി തീ വെച്ച് നശിപ്പിച്ചു. ആ ജന്മം കഴിഞ്ഞ് അതെങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ മൃത്യു എന്ന് പറഞ്ഞാൽ ദാരുണമായ അന്ത്യമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ. അപ്പം കാക്കകൾ ആ ജന്മത്തിലേക്ക് കൊല്ലും. കാക്കക്കൂട് തീ വെച്ച് നശിപ്പിച്ച ഇദ്ദേഹത്തിൻ്റെ ആ പൂർവ്വജന്മത്തിൽ നിന്ന് ഈ ജന്മത്തിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ പൂർവ്വജന്മത്തിൽ ചെയ്തതാണ് ഈ ജന്മത്തിലും അതിൻ്റെ ബാലൻസ് വന്നു. എല്ലാം അങ്ങനെയാണ്. പൂർവ്വജന്മത്തിൽ നിന്ന് ഈ ജന്മത്തിലേക്ക് അതിൻ്റെ ഒരു അംശം, അതൊരു അപ്പകഷ്ണത്തിൻ്റെ രൂപത്തിൽ വന്നു എന്നുള്ളതേ ഉള്ളൂ. ഇദ്ദേഹത്തിന് വെളിയിറങ്ങാൻ വയ്യ. ഇദ്ദേഹത്തിൻ്റെ വിവാഹം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി. പുറത്തിറങ്ങിയാൽ കാക്ക കുത്തും. അത് ഇദ്ദേഹത്തിന് വാശിയായി. ഈ ജന്മത്തിലും ഇദ്ദേഹത്തിന് പക കാക്കയെ കൊല്ലുക എന്നുള്ളതാണ്. അവസാനം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് സിംഗപ്പൂരിൽ കാക്കയില്ലല്ലോ, നിങ്ങൾക്ക് അവിടെ പോയി ജോലി ചെയ്യാമല്ലോ, വിദ്യാഭ്യാസം തന്നെയാണ്. പക്ഷേ കാക്ക എവിടെ കണ്ടാലും പുള്ളിയുടെ ശബ്ദം കേട്ടാൽ കാക്കകൾ പറന്നു വരും. ഇതിൻ്റെ ഒരു ശാസ്ത്രീയമായ വശത്തെക്കുറിച്ചൊക്കെ ഞാൻ അന്വേഷിച്ചു. പക്ഷേ അതിനൊരു ശാസ്ത്രീയ അടിത്തറയില്ല. കാക്കകൾക്ക് എങ്ങനെയാണ് ഇത് മനസ്സിലാകുന്നത്? തൻ്റെ പൂർവ്വജന്മത്തിലെ ശത്രുവാണ്, ആ ശത്രുവാണ് ഇതാണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇദ്ദേഹം വിവാഹം കഴിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഇട്ടിട്ട് പോയി. കാരണം അവരെയും കാക്ക ഉപദ്രവിച്ചു തുടങ്ങി. ഒരു 3 മാസം ആയപ്പോഴത്തേക്ക് ആ പെൺകുട്ടി, ആ സ്ത്രീ പ്രഗ്നൻ്റായി, ഗർഭിണിയായിട്ട് ആ സ്ത്രീയെ കാക്ക ശല്യം ചെയ്ത് തുടങ്ങി. ആ പെൺകുട്ടി ഇയാളെ ഉപേക്ഷിച്ചു പോയി. നോക്കണേ ഒരു കാര്യം, ആ പെൺകുട്ടിയിൽ ജനിച്ച ആ കുട്ടിയെക്കുറിച്ച് പറയുന്നത്, ആ കുട്ടി കാക്ക കരയുന്ന പോലെയാണ് സംസാരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, കാക്ക കരയുന്ന പോലെയാണ് അത് സംസാരിക്കുന്നത്. അപ്പം
ഡൈവോഴ്സായി, ബന്ധം രണ്ടായി. ആ കുട്ടിക്ക് മനുഷ്യൻ സംസാരിക്കുന്ന പോലെ സംസാരിക്കുമെങ്കിലും പല നേരങ്ങളിലും ആ കുട്ടിയിൽ നിന്ന് കാക്കയുടെ സ്വരമുണ്ടാകുന്നു. എല്ലാ ഡോക്ടർമാരെയും കാണിച്ചു, ഒരുപാട് ഡോക്ടർമാരെയും കാണിച്ചു, ഒരു പരിഹാരവുമില്ല. ഞാനിത് പറയുന്നതിൻ്റെ ഒരു കാരണം, ഇത് യാഥാർത്ഥ്യമായ ഒരു സത്യമാണ്. ഞാനിന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇതിനെന്താണ് ഒരു പരിഹാരം സ്വാമി? അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ മാടന്തപുര ക്ഷേത്രത്തിൽ വന്നിരിക്കുമ്പോഴും ഇദ്ദേഹം വരുമ്പോൾ കാക്കകളുടെ ശബ്ദം കേൾക്കാം, കാക്ക കരയുന്ന കേൾക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾ തലയിൽ ഒരു തൊപ്പി വെച്ച് ഹെൽമെറ്റ് വല്ലതും വെച്ചുകൊണ്ട് നടക്കൂ. ഹെൽമെറ്റ് വെച്ചാലും വരും സ്വാമി. നമ്മൾ വണ്ടിയിൽ ബൈക്കിൽ യാത്ര ചെയ്താലും ഈ കാക്ക വന്ന് തലയിൽ ഈ കുത്തുക തന്നെ ചെയ്യും. ഇതുകൊണ്ട് എനിക്ക് ജീവിതം മടുത്തുപോയി. ഞാൻ ഇതിനോട് എന്താണ് ഇനിയിപ്പോൾ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല, ഇത് നിങ്ങൾ അനുഭവിച്ച് തീർത്തേ പറ്റൂ. ഇത് ഞാൻ പറയുന്നതിനൊരു കാരണം, പൂർവ്വജന്മ പാപങ്ങൾ, നമ്മളൊരു പാപം ചെയ്താൽ അത് ഈ ജന്മത്തിൽ അതിൻ്റെ ഒരു അംശം വന്ന് ചേരുകയും ജന്മാന്തരങ്ങൾ അത് അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് എത്ര ജന്മങ്ങളാണ് എന്നുള്ളതാണ്, അല്ലേ? നമ്മളൊരാളെ വിശ്വസിപ്പിച്ച് വഞ്ചിച്ച് പറ്റിച്ച് ചതിച്ച് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഘട്ടം കൂടുമ്പോൾ ഇതിൻ്റെ പാപം, ഒരു നല്ല ഗ്രഹങ്ങളൊക്കെ ഉത്തമമായിട്ട് നിൽക്കുമ്പോൾ എല്ലാ സമ്പത്തും എല്ലാം ഉണ്ടാവും. നമ്മൾ നിരന്തരം ഒരാളെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക, ലോകത്തെ എല്ലാവരെയും ചീത്ത പറയുക, നമ്മുടെ ചീത്തകളെല്ലാം നമ്മളെ മോശപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ ബാക്കിയുള്ളവർ, എല്ലാ മനുഷ്യരിലും നല്ലതും ചീത്തയൊക്കെ ഉണ്ടാവുള്ളൂ, അതിനെ പ്രൊമോട്ട് ചെയ്യുക, അതിനെക്കുറിച്ച് വാചാലമായി സംസാരിക്കുക. അതെല്ലാം ദോഷദുരിതങ്ങൾ, സന്താനങ്ങളിൽ നിന്ന് അതിൻ്റെ പാപശാപങ്ങൾ, അത് ശാപമായി, മറ്റുള്ളവരുടെ വേദന ശാപമായി, ശരങ്ങളായി, അസ്ത്രമായി നമ്മളിൽ വന്ന് പതിച്ച് നമ്മൾ വേദനയുടെ ശരശയ്യയിൽ കിടക്കേണ്ടി വരും, അല്ലേ? നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ടൊന്നും കാര്യമില്ല. ഇനി ക്ഷേത്രങ്ങൾ പോകാതെ വിശ്വാസമില്ലാത്ത ഒരാളാണെങ്കിൽ പോലും സ്വയം രോഗാവസ്ഥയിൽ നീറി അല്ല, ഉമിത്തിയിൽ നിന്ന് നീറി മരിക്കുന്ന ചിലരെ കണ്ടിട്ടില്ലേ? ഉമിത്തിയിൽ എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ടുള്ള അവസ്ഥകളില്ല എന്ന് വിചാരിക്കുന്ന ഒരാൾ വേദനയുടെ ഉമിത്തിയിൽ നീറി മരിക്കുന്നതാണ്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒന്നും പറയാൻ പറ്റില്ല. ഒരു പശുക്കുട്ടി പാല് കുടിച്ചുകൊണ്ട് നിന്നു. പാല് കുടിച്ചുകൊണ്ട് നിന്നപ്പോൾ പാൽക്കാരൻ വന്നു. പാൽക്കാരൻ വന്നപ്പോഴത്തേക്ക് അയാൾ ആ പശുക്കുട്ടിയെ മാറ്റിക്കെട്ടിയിട്ട് ഇയാൾ പാല് കറന്നിട്ട് കറവക്കാരനങ്ങ് പോയി. കറവക്കാരൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പശുവും കരഞ്ഞു, ഈ കുട്ടിയും കരഞ്ഞു. ഇതിൻ്റെ ഇതുപോലെ 3-4 സംഭവങ്ങളുണ്ട്. കരഞ്ഞു. ഈ കുട്ടിയുടെ പശുക്കുട്ടിയും പ്രസവിച്ച കുട്ടിയല്ലേ, ഈ അമ്മയുടെ അടുത്ത് പോകാനായിട്ട് കയറിങ്ങനെ വലിച്ച് നീട്ടി കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ വീട്ടിലുള്ള ഒരാൾ പോയിട്ട് ദേഷ്യം വന്ന് ഇതിൻ്റെ അമർച്ച കരയാൻ വയ്യാതെ, പശുവിൻ്റെ അമർച്ചയും കരയാൻ വയ്യാതെ, കുട്ടിയുടെ അമർച്ചയും ഈ അമറലും കേൾക്കാൻ വയ്യാതെ അവിടെ കിടന്നൊരു മടലിൻ്റെ പാളിയെടുത്ത് കുട്ടി ഒരൊറ്റ അടി അടിച്ചു. ഈ പശുക്കുട്ടി അവിടെ വീട് ചേർത്ത്. അയാൾ അനുഭവിച്ച ഒരു യാതന എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു, ഇതിനൊന്നും പരിഹാരമില്ല. തകർന്നു പോയ ലക്ഷക്കണക്കിന് സ്വത്ത്, കാരണം അപ്പൂപ്പന്മാരായിട്ടുണ്ടാക്കിയ ലക്ഷക്കണക്കിന് രൂപയുടെ ഭൂമിയും സമ്പത്തും ഫിനാൻസ് കമ്പനിയും എല്ലാം വീടുകളും ഒരു പൊറ്റ പശുക്കുട്ടി കൊണ്ടുപോയി എന്നുള്ളതാണ്. പിന്നെ ഇയാളെ ജീവിതത്തിൽ വന്നതാണോ? അയാൾ 3ാമത്തെ കല്യാണത്തിന് നിൽക്കുവാണ്. 2 കല്യാണം കഴിഞ്ഞവരും പിരിഞ്ഞു പോയി. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് പുള്ളി പറയുന്നത്, രാത്രി കിടന്നുറങ്ങുമ്പം ഒരു പശുക്കുട്ടി വന്ന് ഇയാളെ ദേഹത്തിങ്ങനെ ഉരുമുന്ന പോലെ തോന്നുകയാണ്. ഇതിപ്പോൾ ഞാൻ പറയുമ്പം ഇത് അന്ധവിശ്വാസമാണ് തോന്നുന്നെങ്കിലും എൻ്റെ മുമ്പിലെ യാഥാർത്ഥ്യങ്ങൾ, ഇന്ന് 21ാമത്തെ ദിവസത്തിൽ വന്ന ചില യാഥാർത്ഥ്യങ്ങൾ എൻ്റെ മുമ്പിൽ വന്ന് നിസ്സഹായരായിട്ടിരിക്കുന്ന മനുഷ്യരുടെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. തകർന്നു പോയി, എല്ലാം പോയി. പണമുണ്ടാകുമ്പോൾ, നമ്മുടെ പണമുണ്ടെങ്കിൽ നമുക്ക് ചുറ്റും ധാരാളം ജനങ്ങൾ കാണും, അല്ലേ? നമ്മളെ കാറിൻ്റെ ഡോറ് തരുന്ന ആൾ കാണും, നമുക്ക് വാഹനം ഉണ്ടാകും, വാഹനത്തിൻ്റെ ഡോറ് തുറന്നു തരാൻ ആൾക്കാർ കാണും, നമുക്ക് ഭക്ഷണം എടുത്തു തരാൻ ആൾക്കാർ കാണും. നമ്മളെ ഏറ്റവും ഈ ഭൂമിയിൽ നമ്മളില്ലെങ്കിൽ ജീവിക്കൂല എന്ന് പറയുന്ന ഒരുപാട് പേര് ഇങ്ങനെ നിരയായി നിൽക്കും. ഇതെല്ലാം നിൽക്കും, ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. പക്ഷേ ഇതെല്ലാം നഷ്ടപ്പെട്ട് തുടങ്ങി നമ്മൾ താഴേക്ക് വരുമ്പോൾ നമുക്ക് ചുറ്റും നിന്ന ഓരോരുത്തരായിട്ട് അപ്രത്യക്ഷരാകുന്നതായിട്ട് കാണാം, അല്ലേ? അപ്രത്യക്ഷമായി പോകും. ഏകാന്തമായി ജീവിക്കുമ്പോൾ മാത്രമാണ് നമുക്കതിൻ്റെ വേദന അറിയാൻ പറ്റുന്നത്. ഇന്നലെ വരെ എൻ്റെ കയ്യിൽ സമ്പത്തുണ്ടായിരുന്നപ്പോൾ
ഈ ചുറ്റും കൂടി നിന്ന ഒരു വലിയ സമൂഹം എനിക്കില്ലാതായി പോകുന്നു, എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അവരെ തിരിച്ചു വിളിക്കാൻ എൻ്റെ കയ്യിൽ സമ്പത്തില്ല, ഞാൻ തിരിച്ചറിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യം. മറ്റുള്ളവർക്ക് ഒരു ഉപകാരവും ചെയ്യാത്ത ചില മനുഷ്യരുണ്ട്. ചില ഓഫീസുകളിലൊക്കെ കാണാം, അവരാ താഴെ ഇറങ്ങില്ല, അവരാ ഏറ്റവും ഉയർന്ന കസേരയിലെത്തി അങ്ങനെ തന്നെ ഇരിക്കും. ഏറ്റവും താഴെ നിലയിൽ നിന്ന് തുടങ്ങിയായിരിക്കും. അവരാ നല്ല അവസ്ഥകളിലൊക്കെ സഹായിച്ചവരെയൊക്കെ അവർ ചെന്ന് നല്ല അവർ തുടങ്ങിയ കാലത്ത് സഹായം കൈപ്പറ്റിയവർ, അവരിൽ നിന്ന് സഹായം കൈപ്പറ്റി. ഈ അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞു, അവനിപ്പോൾ സ്വാമി അയാളൊന്ന് സഹായിച്ചാൽ എൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയ്ക്ക് വലിയ മാറ്റം വരും, സ്വാമി ഒന്ന് അദ്ദേഹത്തിനോടൊരു കാര്യം പറയുമോ? ഞാൻ പറഞ്ഞു, ഇല്ല, അദ്ദേഹത്തിന് എനിക്കറിയാമെന്നുള്ളതേ ഉള്ളൂ, ഞാനൊരു കാര്യത്തിനും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ടില്ല. അത് മാത്രമല്ല, എനിക്കിപ്പോൾ ബിസിനസ് കാര്യങ്ങളുമായിട്ടൊന്നും ഇല്ലല്ലോ, ഞാനിങ്ങനെ ഒരു സ്വാമി വേഷമൊക്കെ കിട്ടി ഇങ്ങനെ ജീവിക്കുന്ന ഒരാളല്ലേ. ഇങ്ങനെ ഫലങ്ങളൊക്കെ പറഞ്ഞ് മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമൊക്കെ പറഞ്ഞ്, പരിഹാരങ്ങളൊന്നും ഇല്ലെങ്കിലും അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അവന് പണ്ട് കാലത്ത് വിശന്നപ്പോൾ എൻ്റെ അടുത്ത് വന്നതാണ്, ഞാൻ ഭക്ഷണം വാരിക്കൊടുത്തു, ഭക്ഷണം കൊടുത്തു. ഞാൻ എൻ്റെ അമ്മ അവന് ഞാനില്ലാത്ത ദിവസം അവിടെ കിടത്തി ഉറക്കി. പിന്നെ എൻ്റെ അമ്മ മരിച്ചുപോയി, അമ്മയ്ക്ക് ക്യാൻസറായിട്ട് മരിച്ചതാണ്. ഇയാൾ ഒരിക്കൽ കാണാൻ പോലും വന്നില്ല. ഇയാളിപ്പോൾ ഓഫീസിലെ ഏറ്റവും ഉയർന്ന തലത്തിലിരിക്കുകയാണ്. അയാളൊരു വാക്ക് പറഞ്ഞാൽ എൻ്റെ സാമ്പത്തിക അവസ്ഥയ്ക്കൊരു മാറ്റം വരും, എനിക്കൊരു പരിഹാരമുണ്ടാകും. ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് നേരിട്ട് കണ്ടു നോക്കൂ. ഒരു ഉപകാരവും ചെയ്യില്ല, കേൾക്കും, പക്ഷേ പരിഹാരം ചെയ്യില്ല, ഒരു ഉപകാരവും ചെയ്യില്ല. അത് ചിലരുടെ മാനസികാവസ്ഥയാണ്. ആർക്കും ഒരു ഉപകാരവും ചെയ്യില്ല. അവരുടെ ആ ഷർട്ടിൻ്റെ ചുളുക്കുകൾ പോലും ഒന്ന് ഉടയാതെ അവർ വേറൊരു ലോകത്തുകൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ അവർക്കെല്ലാം സംഭവിക്കുന്നൊരവസ്ഥയുണ്ട് ഇല്ലേ? സന്താന ഭാഗ്യങ്ങളില്ലാതെ വരിക, സന്താനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ 100 സന്താനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ആ 100 സന്താനങ്ങളെ അനുഭവിക്കാൻ പറ്റാതിരിക്കുക, മറ്റുള്ളവൻ്റെ ദുഃഖത്തിൽ പങ്കുചേരാതെ സഹായിച്ചവരെ ഒന്ന് മറന്നു പോകുന്നവരെ, സഹായിച്ചവരെ സ്മരിക്കാതിരിക്കുന്നവരെ, ഒരിക്കൽ സഹായിച്ചവരെ ഒന്ന് ചേർത്ത് പിടിച്ചില്ലെങ്കിൽ പോലും ഒന്ന് പുഞ്ചിരിക്കാത്തവർക്ക് പോലും ജീവിതത്തിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ, ഒരു അവസ്ഥ കഴിയുമ്പോൾ, നമ്മൾ ജീവിച്ചല്ലേ പറ്റൂ. നമുക്ക് ഓരോ അവസ്ഥകളാണല്ലോ നമുക്ക് കഴിഞ്ഞു പോകുന്നത്. അവസ്ഥ കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്നതായിട്ടുള്ള ദയനീയമായ ഒരു അവസ്ഥയുണ്ട്. സന്താനം പലർക്കും സന്താനങ്ങളെ കൊണ്ട് അനുഭവയോഗമില്ലാതെ വരിക, സന്താനങ്ങളുണ്ടെങ്കിൽ തന്നെ അനുഭവയോഗമില്ലാതെ വരിക, ഇല്ലെങ്കിൽ സന്താനങ്ങളില്ലാതെ വരിക. ഭാര്യ തന്നെ ഒരിക്കൽ ഒരു ഓഫീസറാണ്, ആരെയും സഹായിക്കില്ല, ചിരിക്കില്ല. പുള്ളി അദ്ദേഹം ചിരിക്കത്തില്ല. ഒപ്പിടാനായി കൊണ്ടുവന്ന് അങ്ങനെ ഒപ്പിടും, മുഖത്തിങ്ങനെ നോക്കും. ആരോടും അടുപ്പമില്ലാത്ത, താനിരിക്കുന്ന ഇരിപ്പിടത്തിൻ്റെ ആ കസേരയുടെ മഹത്വം മാത്രം ഏറ്റവും വലുതാണ്, തനിക്ക് മുകളിൽ ദൈവം പോലും ഇല്ല എന്ന് വിചാരിക്കുന്ന, അങ്ങനെ സീരിയസ് ആയിട്ട് ജീവിക്കുന്ന, ചിരിക്കാത്ത മനുഷ്യൻ. മക്കളൊക്കെ ഫീസ് ഉണ്ടാണ്, ആ ഫീസും കൊടുക്കും. ഭാര്യയോട് ഇതാണ്. ഭാര്യയുമായിട്ട് ഒരു ബന്ധം എന്ന് പറയുന്നത്, ഭാര്യയെ വിവാഹം കഴിച്ചു പോയതുകൊണ്ട് കുട്ടികളുണ്ടായ ബന്ധം. കല്യാണത്തിന് പോയാലും ചിരിക്കത്തില്ല, ഭാര്യയുടെ ഒപ്പം പോവും, കാറിൽ നിന്ന് ഇറങ്ങും, ഭാര്യയോടൊപ്പം പോവും, കാണും. അങ്ങനെ ഒരു മനുഷ്യൻ അവസാനം റിട്ടയർ ആയപ്പോൾ പുള്ളിക്ക് വീട്ടിലിരിക്കാൻ വയ്യ, എവിടെങ്കിലും ജോലിക്ക് പോയേ പറ്റൂ. കാരണം ഉയർന്ന പൊസിഷനിൽ അങ്ങോട്ട് ചെല്ലുമ്പം ആൾക്കാരിങ്ങനെ ബഹുമാനത്തോടെ തൊഴുത് ഓഫീസിൻ്റെ ഡോറ് തുറന്നു കൊടുത്ത് കസേരയിലിരുത്തി വളരെ സീരിയസ് ആയിട്ട് ചിരിക്കാത്ത മനുഷ്യൻ, ചിരിക്കാൻ മറന്നു പോകുന്നവർ, ചിരിച്ചാൽ അവരുടെ വായിൽ നിന്ന് വറക്കി വെച്ച വൈഡൂര്യങ്ങൾ നിലത്ത് വീഴുമെന്ന് വിചാരിക്കുന്നവർ, അത്തരത്തിലുള്ളൊരു മനുഷ്യൻ പെൻഷനായി കഴിഞ്ഞപ്പോൾ, മനുഷ്യൻ ഒരുപാട് പേരുണ്ട്, നമ്മൾ സെക്രട്ടേറിയറ്റിലൊക്കെ പോയാൽ കാണാം, ചിരിക്കാത്തവർ. ഗവൺമെൻറ്റിൽ ഏറ്റവും ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്നവരൊന്നും ചിരിക്കത്തില്ല. അല്ല, എൻ്റെ അറിവിലുള്ള ചിരിക്കുന്നവരും സഹായിക്കുന്നവരൊക്കെ ഒരുപാടുണ്ട്. ഞാനതിൽ 1-2 പേരുടെ കാര്യം മാത്രമാണ് ഈ പറയുന്നത്. അദ്ദേഹത്തിന് അവസാന കാലത്ത് മക്കളൊക്കെ പോയി, ഭാര്യ നേരത്തെ മരിച്ചു, ജീവിതം എന്തെന്നറിയാതെ പോയ ഒരു സ്ത്രീ, ആ ചിരിക്കാത്ത മനുഷ്യൻ്റെ ഭാര്യ ജീവിതം ചിരിക്കും. ആ ചേച്ചിയെടുത്ത് നമ്മളെന്തെങ്കിലും ചോദിച്ചാൽ ചിരിക്കും. സന്തോഷം, സുഖമായിട്ടിരിക്കണോ ചേച്ചി? കുട്ടികളൊക്കെ അവർ നല്ലതായിരിക്കും. അദ്ദേഹം അവരൊന്നും അറിയാതെ സുഖമായ ഒരു ഉറക്കത്തിലേക്ക് പോയി. ഇവർ കാലം കഴിഞ്ഞപ്പോഴാണ് ഈ പെൻഷനായ മനുഷ്യൻ്റെ ഒരു അവസ്ഥ. ഏറ്റവും വലിയ വീട്ടിൽ പരിചാരകർ ഉണ്ടെങ്കിലും വന്നു പോവും. ആ ഏകാന്തമായ വീട്ടിലുള്ള
അദ്ദേഹത്തിൻ്റെ ഭീകരമായ ഭ്രാന്താവസ്ഥ. മദ്യം കഴിക്കാത്ത ആൾ, ഇല്ലെങ്കിൽ വല്ലപ്പോഴും മാത്രം മദ്യം കഴിച്ചിരുന്ന ആൾ വൈകുന്നേരങ്ങളിലല്ല പകൽ മുഴുവൻ മദ്യപിച്ചു തുടങ്ങി. മദ്യപിച്ചു, കൂട്ടുകാരില്ല. കാരണം കൂട്ടുകാരെ ആരോടും ചിരിച്ചിട്ടില്ല, ആർക്കൊരു സഹായം ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള മനുഷ്യൻ എന്ത് ചെയ്തു? മദ്യപിച്ചു. മദ്യമായി പുള്ളിയുടെ ഏറ്റവും വലിയ കൂട്ടുകാരൻ. ഞാൻ പറയുന്ന ഒരു യാഥാർത്ഥ്യത്തിൻ്റെ ഒരു കഥയാണ്. മക്കൾ പോലും വിളിക്കാതായി. സ്വത്തുക്കളൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ പണമുണ്ട്. അത് ഓരോ മാസവും കുന്നുകൂടും. പെൻഷനുണ്ട്, ഉണ്ടാക്കിയ പണമുണ്ട്. കെക്യൂലി അഴിമതിയൊന്നും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സഹോദരൻ ആണ് എന്നോട് ഈ കഥ പറയുന്നത്. വളരെ കഷ്ടമാണ്, എനിക്കറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ സഹോദരൻ പറഞ്ഞു, എന്തെങ്കിലും ഈ സഹോദരന് വേണ്ടിയിട്ട് അദ്ദേഹം മകളുടെ കാര്യത്തിനകത്ത് ഒരു വിഷയം വന്നു, ഒരു വിവാഹ സംബന്ധമായ വിഷയം വന്നപ്പോൾ ഈ സഹോദരനോട് ചെന്നു പറഞ്ഞു, എനിക്ക് കുറച്ച് പണം തരണം. ഞാനിങ്ങനെ ചിട്ടി ഗോകുലത്തിലങ്ങാണ്ട് ചിട്ടി ചേർന്നിട്ടുണ്ട്. അപ്പോൾ ആ ചിട്ടി കിട്ടിക്കിടക്കുകയാണ്. പക്ഷേ ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ എൻ്റെ കയ്യിലൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ പണം കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്ന് പണം സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി നോക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. പുള്ളി കൊടുത്തില്ല. ഒരു സഹായവും ആർക്കും ചെയ്യില്ല. എല്ലാം ഉണ്ട്, കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളുണ്ട്, ഒന്നും ചെയ്യില്ല. മകൾ ഇഷ്ടമുള്ള പുരുഷനെ വിവാഹം കഴിച്ച് അവിടെ ജീവിക്കുന്നു. വിവാഹം കഴിച്ചതിന് അവർ വിവാഹം കഴിച്ച് ഇദ്ദേഹത്തിനെ പങ്കെടുപ്പിച്ചില്ല. നിശബ്ദയായി ഭൂമിയിൽ നിന്ന് പോയ ഭാര്യ. മകൻ ഇപ്പോഴും കല്യാണം കഴിക്കാതിരിക്കുന്നു. 40 വയസ്സങ്ങണ്ടായി. വിവാഹം വേണ്ടെന്നാണ് പറയുന്നത്. അവൻ അമ്മയോട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. അമ്മയുടെ ദുഃഖം മാത്രം കേട്ട് ശീലിച്ചൊരു മകൻ. ഇത് ജീവിതത്തിൻ്റെ നമ്മൾ അറിയാതെ പോയ ഒരു നാടകം പോലെയാണ് ജീവിതം. ഇല്ലെങ്കിൽ നമ്മളൊരു കർട്ടൻ പൊങ്ങുമ്പോൾ, ജീവിതം എന്ന് പറഞ്ഞാൽ കർട്ടൻ ഇങ്ങനെ പൊങ്ങുമ്പോൾ ദൈവം ജീവിതം നമുക്ക് കാണിച്ചു തരുവാണ് ഈശ്വരൻ. മദ്യപിച്ച് മദ്യത്തിന് അടിമയായി, ആരുമില്ലാതെ ഏകാന്തമായി ഒരു ദിവസം മരണശയ്യയിലായി. ഇപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. മരണാവസ്ഥയാണ്. മദ്യമില്ലാതെ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് അധപ്പതിച്ചു പോയ ഒരു ചിരിക്കാത്ത മനുഷ്യനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. നമുക്കൊരാളോടൊന്ന് ചിരിച്ചാൽ എന്താ കുഴപ്പം? ഒന്ന് കരയുന്നതും നല്ലതാണ് അല്ലേ? ദുഃഖം വരുമ്പം മനുഷ്യന് ദുഃഖമാണല്ലോ കൂടുതൽ. ഒന്ന് കരയുന്നതും നല്ലതാണ്. മറ്റുള്ളവൻ്റെ ദുഃഖങ്ങൾ കേൾക്കുന്നതും നല്ലതാണ്. ചെയ്യാൻ പറ്റുന്ന സഹായം ഒരാൾക്ക് ചെയ്യുന്നതും വളരെ നല്ലതാണ്. ഇതൊന്നും കഴിയാതെ നമ്മളൊന്ന് ചിരിച്ചാൽ നമുക്കെന്തോ ഉടഞ്ഞു വീഴും, നമ്മുടെ കിരീടം ഉടഞ്ഞു പോകും എന്ന് വിചാരിച്ച് ജീവിക്കുന്നവർക്ക് ഈശ്വരൻ കൊടുക്കുന്ന ശിക്ഷയാണ് ഇതുപോലുള്ളത്. അദ്ദേഹം വളരെ പ്രതാപമൊക്കെ നശിച്ച് മകളുമില്ല മക്കളുമില്ലാതെ ദയനീയമായൊരവസ്ഥയിൽ കിടക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മരിച്ചിട്ടില്ല എന്ന് കേൾക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു സഹോദരനോട്, താങ്കളൊന്ന് പോയി നോക്കണം. പറഞ്ഞു, ഞാൻ പോയിരുന്നു സാറേ. പോയിരുന്നപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് ഇരുന്ന് ചോദിച്ചു, നീ എൻ്റെ മരണം കാണാൻ വന്നതാണോ എന്ന് ചോദിച്ചു. നിനക്ക് പണം വല്ലതും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, ആവശ്യമില്ല പണം. എൻ്റെ മക്കളൊക്കെ സുഖമായിരിക്കുന്നു. അതെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. കുറേ നേരം നിലത്ത് നിശബ്ദനായി നോക്കിയിരുന്നു എന്ന് മാത്രം പറഞ്ഞു. അപ്പം ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുള്ള ഇത്തരം അവസ്ഥകൾ, മനുഷ്യൻ്റെ ഇത്തരം അവസ്ഥകൾ നമുക്കുണ്ടെന്ന്, ഇല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവർക്കുണ്ട് എന്ന് നമ്മളൊന്ന് തിരിച്ചറിയുന്നത് അല്ലേ നല്ലതല്ലേ? ഇല്ലെങ്കിൽ നമ്മൾ അഹങ്കാരികളായിട്ട് മാറൂലേ? നമ്മളാണ് ശരി എന്ന് വിചാരിക്കുന്നു, നമ്മളാണ് ശരി, നമുക്കപ്പുറത്തേക്ക് ലോകത്ത് മറ്റൊന്നുമില്ല നമ്മൾ കരുതത്തില്ലേ? ഈശ്വരൻ എന്ന് പറയുന്ന ഒരു പ്രപഞ്ചശക്തി എന്ന് പറയുന്ന, എല്ലാം നമ്മൾ എന്ത് ചെയ്താലും ഈശ്വരൻ കാണുന്നു എന്ന് പറയുന്ന, ഇപ്പോൾ അധികാരത്തിന് വേണ്ടിയിട്ടും സമ്പത്തിന് വേണ്ടിയിട്ടുമൊക്കെ നമ്മൾ ചിലർ കളിക്കുന്ന കളികളില്ലേ അല്ലേ? വിശ്വാസവഞ്ചന കാണിക്കുന്നവർ, തട്ടിപ്പ് നടത്തുന്നവർ, ഇവർക്കൊക്കെ തന്നെ അനുഭവിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോകാൻ പറ്റില്ല എന്ന് പറയുന്നൊരു വലിയ സത്യമുണ്ട്. എന്തോരം ആൾക്കാരുടെ ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, പരിഹാരമില്ലാതെ എന്ത് ചെയ്യും സ്വാമി എന്ന് ചോദിക്കുന്നത്. എന്ത് ചെയ്യണം സ്വാമി? പരിഹാരമില്ലേ? പരിഹാരമില്ല. പരിഹാരമുള്ളതിനൊക്കെ ഇല്ലേ പരിഹാരം ചെയ്യാം. പരിഹാരം ചെയ്താൽ തന്നെ ഞാനെപ്പോഴും പറയുന്ന പോലെ പരിഹാരമുണ്ട് എന്ന് തന്ത്രശാസ്ത്രം പറയുന്ന പലതിനും തന്നെ പരിഹാരങ്ങളില്ല. തലവിധി മാറ്റാൻ പറ്റുമോ? തലക്കവേലി പോയി കുളിക്കാൻ ഞാൻ പറയും. നിങ്ങളൊന്ന് പോയി കുളിച്ചു നോക്കൂ. കുളിച്ചിട്ടും പരിഹാരമൊന്നും കാണുന്നില്ല സ്വാമി. കുളിച്ചിട്ട് നിങ്ങൾക്ക് ലോട്ടറി അടിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളിപ്പോൾ ജീവിച്ചിരിക്കുന്നില്ലേ? കാരണം നിങ്ങൾക്ക് മൃത്യു സംഭവിക്കേണ്ട ആളായിരുന്നു.
നിങ്ങൾക്ക് ശ്വാസതടസ്സം സംഭവിക്കേണ്ട ആളായിരുന്നു, നിങ്ങൾക്ക് അംഗവൈകല്യം സംഭവിക്കേണ്ട ആളായിരുന്നു, നിങ്ങളിപ്പോഴും ജീവിച്ചിരിക്കുന്നില്ലേ? അത് തന്നെയാണ് പരിഹാരം. തലക്കവരിയിൽ കുളിച്ചാൽ 3 വട്ടം മുങ്ങി കുളിച്ചാൽ തലയ്ക്ക് പരിഹാരം, ഒരു തലവിധി മാറും എന്നുള്ള കാര്യത്തിനകത്ത് 100%. ആരെയും ഉപദ്രവിക്കാതെയും വേദനിപ്പിക്കാതെയും ഒക്കെ നമുക്ക് മുമ്പിലോട്ട് പോകാൻ കഴിഞ്ഞാൽ, അല്ലേ, ആരെയും ചെയ്യാൻ പറ്റുന്ന സഹായമൊക്കെ ചെയ്ത് മുമ്പിലോട്ട് പോയാൽ നമുക്ക് മോക്ഷപ്രാപ്തി കിട്ടും. ഭഗവാന്റെ പാദങ്ങളിൽ പോയി ലയിക്കാം അവസാന കാലത്ത്. അങ്ങനല്ലേ? വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ശരീരമൊന്നും വലിച്ചു മൂടിക്കൊടുത്താൽ കണ്ടില്ലേ, ഓരോ ആശുപത്രികൾ ഓരോ അവയവങ്ങൾ മുറിച്ച് മാറ്റുന്ന ഡോക്ടർമാർ ഈടിയുടെ മുമ്പിൽ പോയി നിൽക്കുക. വലിയ വലിയ ഡോക്ടർമാർ കോടിക്കണക്കിന് ലക്ഷക്കണക്കിനും ഒക്കെ ശമ്പളം മേടിക്കണവന്മാർ ഈടിയുടെ മുമ്പിൽ പോയി നിൽക്കുന്നത്. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈടി നോക്കിയപ്പം ഇവിടുത്തെ കൊട്ടാര സദൃശ്യമായിട്ടുള്ള ആശുപത്രികൾ കെട്ടി കോടികൾ കൈപ്പറ്റുന്ന ആശുപത്രികളിൽ നിന്ന് മനുഷ്യൻ്റെ അവയവം എടുത്തു മാറ്റി വിറ്റ എന്ന് സംശയിക്കുന്ന ഡോക്ടർമാർ ഈടിയുടെ മുമ്പിൽ പോയി നിൽക്കുവാണ് തെളിവ് കൊടുക്കാൻ. അപ്പോൾ ഏത് ആശുപത്രി എന്ന് പറഞ്ഞാൽ അഭയകേന്ദ്രങ്ങളാണ്. ഈ ദൈവം ഇരിക്കുന്ന സ്ഥലമാണ് ആശുപത്രികൾ, അല്ലേ? ദൈവ സാന്നിധ്യമുള്ളവരാണ്. നമ്മുടെ മുമ്പിൽ കാണപ്പെടുന്ന ദൈവങ്ങളാണ് ഡോക്ടർമാർ, അല്ലേ? നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ കൊടുക്കുവാണ് ഡോക്ടറെ. നമുക്ക് ആരോഗ്യത്തിന് പ്രശ്നമുണ്ട്, നമുക്ക് ആരോഗ്യ പ്രശ്നമുണ്ട്, ഒന്ന് പരിഹരിക്കണം, എനിക്ക് വേദനയുണ്ട്, എനിക്ക് കുറച്ചു കാലം കൂടെ ജീവിക്കാനുള്ള ആയുസ് തരണം. അങ്ങനെയുള്ളവർ നമ്മുടെ ആയുസ് നീട്ടിക്കൊടുക്കുന്ന അവയവങ്ങൾ മുറിച്ചെടുത്ത് വിൽക്കുന്ന ഡോക്ടർമാരുടെ മുമ്പിലും ആണ് കലിയുഗത്തിൽ നമ്മൾ ചെന്നിരുന്ന് കൊടുക്കുന്നത്. എല്ലാ ഡോക്ടർമാരുമല്ല, എല്ലാ ഡോക്ടർമാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോയി. ഒരു ഡോക്ടറെ ആശുപത്രികളിലും 5 സ്റ്റാർ ആശുപത്രികളിലും നമുക്ക് വിശ്വസിക്കാൻ പോകാൻ പറ്റാത്ത, എനിക്ക് ഇവിടുത്തെ പല ആശുപത്രികളെക്കുറിച്ചും എൻ്റെ മുമ്പിൽ വന്ന് പറയുന്ന വ്യക്തമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞവരെ പോലും വെന്റിലേറ്ററിൽ വെച്ച് പൈസ മേടിക്കുന്ന ആശുപത്രികൾ. ഒരാളാണെങ്കിൽ ഒരു ആശുപത്രിയിൽ ഒരു ട്രീറ്റ്മെൻറ്റിന് പോയി, അയാളുടെ സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ ഇവർ അധിക പൈസ എഴുതിയെടുത്തു, 10,000-40,000 രൂപ ഇൻഷുറൻസ് കിട്ടും. അത് ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ നിന്ന് ആശുപത്രിക്കാർ മേടിച്ചു. ആ ഇൻഷുറൻസുകാരെന്ത് ചെയ്തു? പരിശോധിച്ചിട്ട് ഈ ബില്ല്, ഈ 10,000-40,000 രൂപയുടെ ബില്ല് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അയാളെ 40,000 രൂപ കുറച്ചു, ആശുപത്രിക്കാരെ തിരിച്ചു കൊടുക്കൂ. അപ്പോൾ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ്, ഇൻഷുറൻസ് ഇല്ലെങ്കിൽ വേറൊരു ട്രീറ്റ്മെൻറ്റ് ഒക്കെ അനുഭവിക്കാൻ പറ്റണം, അല്ലേ? ജീവിതത്തിൽ കുടുംബത്തിനടുത്ത തലമുറയ്ക്ക് അനുഭവിക്കാൻ പറ്റണ്ടേ ഡോക്ടർമാരെ? ആശുപത്രി നടത്തുന്നവരോട് ഞാൻ പറയണത്, നിങ്ങൾ AC-ക്ക് പൈസ കൊടുക്കണം, ശമ്പളം കൊടുക്കണം, ഒക്കെ ശരിയാണ്, കാരണം പെട്രോൾ അടിക്കണം. പക്ഷേ മനുഷ്യൻ്റെ അവയവങ്ങൾ വിറ്റും ഇൻഷുറൻസ് ഉള്ള മനുഷ്യൻ്റെ ഇൻഷുറൻസിൽ കണക്ക് കൂട്ടി എഴുതി നിങ്ങൾ ആ പണം മേടിക്കുകയും ഇൻഷുറൻസിൽ നിന്ന് അവൻ ആ പണം കിട്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ശാപവും കൂടെ, ആ മുൾക്കിരീടവും കൂടെ മരണത്തിന് മുമ്പ് തലയ്ക്ക് വെക്കേണ്ടി വരും എന്നുള്ള ഒരു വലിയ സത്യം കൂടെ ഞാൻ അങ്ങോട്ട് അറിയിക്കുകയാണ്. പുണർന്ന നക്ഷത്രം ശ്രീരാമൻ്റെ നക്ഷത്രമാണ്. ദാമ്പത്യത്തിൽ ചില വിഷയങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അടിച്ചു പിരിയാതെ മുമ്പിലോട്ട് പോകും. ധനപരമായ കാര്യത്തിൽ ചില ബുദ്ധിമുട്ടുകൾ കർക്കിടക മാസത്തിലുണ്ടാകും. എന്നാലും കർക്കിടക മാസത്തിൽ കഴിയുമ്പോഴത്തേക്ക് അതിനൊരു വ്യത്യാസം വരാം. കാൽമുട്ടുകൾക്ക് ക്ഷതമുണ്ടാകാനായുള്ള സാധ്യതയുള്ളത് കൊണ്ടൊന്ന് ശ്രദ്ധിക്കണം. വിരലുകൾക്ക് കൈകാലുകൾക്ക് മുറിവുണ്ടാകാതെ ശ്രദ്ധിക്കണം. കണ്ണിനെ തലയ്ക്ക് മുകളിലോട്ട് ചെവി, മൂക്ക്, കണ്ണ്, ഇത്തരം അവയവങ്ങൾക്കെല്ലാം ചെറിയ ചെറിയ കുഴപ്പങ്ങൾ, ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുടെ കാലഘട്ടമാണ് ഈ കർക്കിടക മാസം പുണർന്ന നക്ഷത്രക്കാർക്ക്. പക്ഷേ ചിങ്ങമാസം തുടങ്ങുമ്പോൾ അതിനൊരു മാറ്റമുണ്ടാകും. പ്രമേഹമുള്ളവർ വളരെ ശ്രദ്ധിക്കണം. പ്രമേഹ രോഗത്തിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചെയ്യണം. ഹൃദയ സംബന്ധമായിട്ടുള്ള തകരാറുള്ളവരും ഈ പുണർന്ന നക്ഷത്രക്കാരുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ച് ആരോഗ്യപരമായ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ് പുണർന്ന നക്ഷത്രക്കാർക്ക് ഈ കർക്കിടക മാസത്തിനകത്ത്. രണ്ടാമത്, ശത്രുക്കളോട് പക വീട്ടാതിരിക്കുക, ശത്രുക്കളോട് പോയിട്ട് മുട്ടാതിരിക്കുക, ആഭിചാര കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക. ഇത് പുണർനക്ഷത്രക്കാർക്ക് പക വന്നാൽ കുറച്ച് പ്രശ്നമുണ്ട്, യുദ്ധം ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട്. അങ്ങനെയുള്ള അവസ്ഥകളിലേക്കൊന്നും പോകാതിരിക്കുക. ശാന്തനായിട്ട് നമ്മുടെ കർമ്മങ്ങളിൽ മാത്രം ഇരിക്കുക. പുണർനക്ഷത്രത്തിലുള്ള പിതാക്കന്മാരുണ്ടെങ്കിൽ കുട്ടികളോട് കുറച്ചുകൂടെ ശാന്തമായി പെരുമാറാനായിട്ടുള്ള അവസ്ഥയുണ്ടാകണം. അമ്മമാരാണെങ്കിലും മക്കളോട്, പുണർനക്ഷത്രക്കാരോട് ഒന്ന് ശാന്തമായി പെരുമാറണം. കോപാകുലരാകാതിരിക്കുക, കോപാകുലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക.
പൊതുവേ നക്ഷത്രങ്ങൾക്ക് ഈ കാലഘട്ടത്തെ ജ്യോതിഷ പണ്ഡിതന്മാർ ഒരുപാട് നല്ല കാര്യങ്ങൾ പല നക്ഷത്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അവരുടെ പൂർവ്വജന്മത്തിലെ ദോഷം ശക്തമായി കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടം. അതുകൊണ്ട് എല്ലാ നക്ഷത്രങ്ങൾക്കും ഭാഗ്യമുണ്ടാകുന്നതോടുകൂടി ഭാഗ്യ തടസ്സങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് മഹാദേവനുള്ള പരിഹാരക്രിയകൾ ചെയ്യുക, അയ്യപ്പനുള്ള പരിഹാരക്രിയ, ശനീശ്വര ക്ഷേത്രത്തിലുള്ള ശനീശ്വരൻ ഉള്ള പരിഹാരക്രിയകൾ ചെയ്ത് ജീവിതത്തിലുള്ള ഒരു അന്ധകാരത്തിലുള്ള വെളിച്ചം ഭക്തിയിലൂടെ മുമ്പിലോട്ട് കൊണ്ടുപോയാൽ ഒരു പരിധിവരെ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.